ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. കുറച്ച് ദിവസമായി ഞാൻ വീഡിയോയിൽ ഇട്ടിട്ട് ഇപ്പോൾ ഞാൻ ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നത്. സോയ ചങ്ക്സിൻ്റെ കറിയായിട്ട് വന്നത്. ഇപ്പോൾ വീട്ടിൽ ചിക്കനും ബീഫും ഒന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് ഇതിനെ കൊണ്ടെങ്ങനെ കറി വെക്കാമെന്ന് നോക്കാം. ബീഫ് കറീൻ്റെ അതേ ടേസ്റ്റിൽ നമുക്ക് എങ്ങനെ വെക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ കുറച്ച് സോയ ചങ്ക്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ സോയ രണ്ട് വിധത്തിലുണ്ട്. ഒരു ചെറിയ സോയയുണ്ട്, വലിയ സോയയുണ്ട്. അപ്പോൾ ഇത് വലിയ സോയയായിരുന്നു, അതുകൊണ്ട് ഞാൻ ഒരു 5 മിനിറ്റ് ചൂടുവെള്ളത്തിൽ പുതിർത്തിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിങ്ങളെ ഇഷ്ടവും വലുതോ ചെറുതോ എടുത്ത് കഴിഞ്ഞാൽ വലുതെടുത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇത് കുക്കറിലാണ് കറി വെക്കാൻ പോകുന്നത്. അപ്പോൾ കുക്കർ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാൻ ഓയിൽ എടുത്തത് വെളിച്ചെണ്ണയാണെങ്കിൽ വെളിച്ചെണ്ണ എടുക്കാം. ഇനി അതിലേക്കൊരു 3 മീഡിയം സൈസ് സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. മീഡിയം സൈസാണിത്, അത്യാവശ്യം വലുതുമല്ല ചെറുതുമല്ല, അങ്ങനത്തെ ഒരു സൈസാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ബീഫ് കറീൻ്റെ ആ ഒരു ഇതിലാണ് ഞാൻ വെക്കുന്നത്. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഒരു 4-5 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും നിങ്ങൾ എരിവനുസരിച്ചിട്ട് പച്ചമുളക് കൊടുത്തോ. ഞാൻ ഇവിടെ ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്, അത്യാവശ്യം എരിവുണ്ടായിരുന്നു. എന്നിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഉള്ളീൻ്റെതും ആ ഒരു ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ എല്ലാം ഒരു മണം മാറിക്കതിന് ശേഷം ഇതിലേക്ക് ഞാനൊരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട്. വലിയൊരു തക്കാളി എടുത്തത്, അപ്പോൾ ചെറുതാണെങ്കിൽ 2 എണ്ണം എടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച് സോയ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മളെ വീട്ടിൽ പെട്ടെന്ന് അർജൻറ്റായിട്ട് നമുക്ക് വെക്കണമെങ്കിൽ സോയയിലുണ്ട് ഇങ്ങനെ വെക്കാം. ചിക്കനും ബീഫൊന്നും ഇല്ലെങ്കിൽ ഇത് നല്ലൊരു കറിയാണ്. ചപ്പാത്തിൻ്റെ കൂടെയും ദോശൻ്റെ കൂടെയല്ലോ നല്ലൊരു ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ എടുക്കുന്ന മസാലപ്പൊടികളാണ്. അപ്പോൾ എനിക്ക് കുറച്ച് മസാല കുത്തലുണ്ടായിരുന്നു. അപ്പോൾ ഇത്ര 1 ടീസ്പൂൺ മാത്രം മതി പെപ്പർ പൊടി. അവിടെ ഇപ്പോൾ ഞാൻ 3 ടീസ്പൂൺ ഇട്ടിട്ടുണ്ടായിരുന്നു മല്ലിപ്പൊടി. അപ്പോൾ 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി മതിയായിരുന്നു. നമ്മൾ ബീഫിലും ചിക്കനിലും ഇടുന്ന ഒരു മസാലപ്പൊടി ആവശ്യമില്ല ഇതിലേക്ക്. അപ്പോൾ എടുക്കുന്നതിൻ്റെ എല്ലാം ഒന്ന് ക്വാണ്ടിറ്റി കുറക്കുക. ഒരു 1 ടീസ്പൂൺ പെപ്പർ പൊടി ഇട്ടാൽ മതി. ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് നമുക്ക് എത്ര ഗരം മസാല വേണ്ടത് അതും ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ മുളക് പൊടി നിങ്ങൾ ആവശ്യത്തിന് ഇട്ടോ. ബാക്കി എല്ലാ മസാലകളും ഒന്ന് കുറച്ചാൽ മതി. കാരണം എനിക്ക് കുറച്ചൊരു മസാലേൻ്റെ കുത്തുണ്ടായിരുന്നു. അപ്പോൾ ഇതിലേക്ക് നമ്മൾ അത്ര മസാലപ്പൊടി ഇടേണ്ട ആവശ്യമില്ല ബീഫിലൊന്നും ഇടുന്ന പോലെ. അപ്പോൾ എല്ലാത്തിൻ്റെ ക്വാണ്ടിറ്റി ഒന്ന് കുറച്ചിട്ടിട്ടാൽ മതി. ഇനി ലാസ്റ്റായിട്ട് നമുക്ക് അല്പം മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ കറിവേപ്പില ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. വെള്ളം ഒഴിക്കുന്നതിന് മുമ്പേ എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ എല്ലാ കറിക്കും, ചിക്കൻ കറി ആണെങ്കിലും ബീഫ് കറി ആണെങ്കിലും വെള്ളം ഒഴിക്കുന്നതിന് മുമ്പേ ഒരു 5 മിനിറ്റോ അല്ലെങ്കിൽ 2 മിനിറ്റോ ഇങ്ങനെ ഒന്നെല്ലാം മിക്സ് ആക്കി കഴിഞ്ഞാൽ എല്ലാത്തിനും നന്നായിട്ട് മസാല പിടിച്ചുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ എല്ലാം വെള്ളത്തിലായിട്ട് നമുക്ക് ആ ഒരു ബീഫിലും ചിക്കനിലും ഒന്നിലും ഒരു മസാല ഇല്ലാത്ത പോലെ ഉണ്ടാവും. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് അതിൽ വെള്ളം ഒഴിക്കാൻ നോക്കാം. പിന്നെ വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരിക്കലും പച്ചവെള്ളം ഒഴിക്കരുത്, ചൂടുവെള്ളം തന്നെ ഒഴിക്കാൻ നോക്കാം. എല്ലാ കറിയിലും ഇങ്ങനെ വെന്ത് കിട്ടിയതാണെങ്കിൽ നമ്മൾ ചൂടുവെള്ളം തന്നെ ഒഴിക്കാൻ നോക്കാം. ഇതൊന്ന് അടച്ച് വെച്ചിട്ടൊരു 4 വിസിൽ, കറക്റ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് 4 വിസിൽ ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി, കറക്റ്റാവും. അപ്പം നമ്മൾ കറി റെഡി ആയിട്ടുണ്ട്. കറക്റ്റ് 4 വിസിൽ മതി. അപ്പോൾ ഇത് കാണാൻ ബീഫ് കറീനെ പോലെ തന്നെ ഉണ്ട്. ടേസ്റ്റും ഏകദേശം അങ്ങനെ തന്നെയായിരുന്നു. പിന്നെ നിങ്ങൾ മസാലയിൽ ഇടുമ്പോൾ ഒന്ന് ജസ്റ്റ് കുറച്ചിടാം. എനിക്ക് കുറച്ച് കൂടിപ്പോയിട്ടുണ്ടായിരുന്നു. എല്ലാം ഒന്ന് പകുതിയാക്കി ഇട്ടാൽ മതി. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചപ്പാത്തിൻ്റെ കൂടെ അടിപൊളി ഒരു കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് കമൻസിലൂടെ അഭിപ്രായം പറയാം. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഇതുപോലത്തെ നല്ല വീഡിയോ ആയി വരുന്നവരെ ബായ്.